ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് എന്താണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. എ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഇൻ വിച്ച് നാഷണൽ കറൻസീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് എഗനിസ്റ്റ് വൺ അനദർ. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കറൻസി മറ്റൊരു കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ് ഇൻവോൾവിംഗ് $200 trillion volume of trading per day. Every international economic transaction requires a foreign exchange transaction. Thus, the primary function of foreign exchange market is to convert one currency into another. പറഞ്ഞ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ആണത്. ഒരു ദിവസം $200 trillion ഇവിടെ എന്ത് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. എല്ലാ ഇന്റർനാഷണൽ ഇക്കണോമിക് ട്രാൻസാക്ഷൻസും ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ എന്താണ്? അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞ എന്താണ്? ഒരു കറൻസി മറ്റൊരു കറൻസിയായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. The different market mechanisms and different types of players in the market makes the environment complex. The international businessman has to protect himself against the risk involved in this market and make every possible gain too. പലതരത്തിലുള്ള മാർക്കറ്റ് മെക്കാനിസം പലതരത്തിലുള്ള ആൾക്കാരും എവിടെയുണ്ട്? മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? വളരെ സങ്കീർണതയുള്ളത് അല്ലെ ബുദ്ധിമുട്ട് ഏറിയതാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് മാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവരുടെ റിസ്ക് എന്താണെന്ന് കണ്ടെത്തി അറിഞ്ഞിട്ട് വേണം അവർ പ്രവർത്തിക്കാനായിട്ട് മാർക്കറ്റിൽ. എന്നാലും മാത്രം അവർക്ക് എന്ത് ചെയ്യുള്ളൂ? ഗെയിൻ, ലാഭം ഉണ്ടാവുകയുള്ളൂ. മാർക്കറ്റിന്റെ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം. With the Indian rupee being convertible since March 1994, the risk in the foreign exchange market have become more pronounced than the need to take risk or protect oneself from these risks has to become evident. ഇപ്പം എന്താണ് പറയുന്നത്? ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുന്നത് എന്ന് മുതലാണ്? 1994 മുതലാണ്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ എന്താണ്? ഒരുപാട് റിസ്കുകൾ ഉണ്ട്. കൂടുതൽ അതെന്താണ് പ്രൊനൗൺസ് എല്ലാവരും പറഞ്ഞിരുന്നു. എന്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നത്? കൂടുതൽ അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അവർ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. Many countries have already made their currencies convertible and some are in the process of doing so. എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവരെ കറൻസീസ് കൺവേർട്ടബിൾ ആക്കി മാറ്റുന്നുണ്ട്. ചില രാജ്യങ്ങൾ ആ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നടപടിക്രമങ്ങൾ. In the context of such a scenario of free foreign exchange markets, uncertainty of currency rates and their volatility has made it imperative for the dealers in foreign exchange to expose themselves to the risk. അപ്പോൾ ഇതേ സാഹചര്യത്തിൽ ഇങ്ങനെ ഫ്രീ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? കറൻസി റേറ്റ് അൺസർട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ്? എപ്പോഴും വോളറ്റാലിറ്റി വളരെ വേഗത്തിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് റിസ്കുകൾ ഉണ്ടാവുകയും ചെയ്യും. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് ഈസ് എ ചലഞ്ചിങ് ടാസ്ക് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് എന്താണ്? ഒരു ചലഞ്ച്, വെല്ലുവിളിയുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് പറയുന്നത്. റിസ്ക് ഈസ് ഇൻഹറന്റ് ഇൻ ദ ഫോറിൻ ഡീലിംഗ്സ് ഡ്യൂ ടു ദ ഫോളോവിംഗ് റീസൺസ്. എന്താണ് പറയുന്നത്? ഫോറിൻ ഡീലിംഗ്സിൽ എന്തായാലും റിസ്ക് അതിന്റെ ഭാഗമായിട്ടുള്ളതിനാണ്. കാരണമായിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ട്രേഡ് അക്രോസ് കൺട്രീസ് ഇൻവോൾവ്സ് ഡീലിംഗ്സ് വിത്ത് പാർട്ടീസ്. രാജ്യങ്ങൾ തമ്മിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ആ രാജ്യത്ത് മറ്റു രാജ്യവുമായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. എക്സ്പോർട്ടറോ ഇമ്പോർട്ടറോ ആയിരിക്കാം. ഹു ആർ അൺനോൺ ആൻഡ് ഹൂസ് ക്രെഡിറ്റ് വർത്തിനെസ് ഈസ് അൺസർട്ടൺ. പരസ്പരം അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അവർ ക്രെഡിറ്റ് വർത്തിനെസ്സും എങ്ങനെയുള്ളതാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തത് ഫോറിൻ ഡീലിംഗ്സ് ഓൾസോ ഇൻവോൾവ് കൺട്രീസ് ഹൂസ് ക്രെഡിബിലിറ്റി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് ഈസ് നോട്ട് സർട്ടൺ. ഫോറിൻ ഡീലിംഗ്സ് ആവുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ എന്താണ്? ഒരു ആർക്കാണ് വിശ്വസിക്കും? ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസത കേട്ടാ. അതുപോലെ ക്രെഡിറ്റ് വർത്തിനെസ് എന്താണ്? സർട്ടൻ അല്ല. അവര് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങുന്ന സാധനം കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്ന ഉറപ്പുവരുത്താനായിട്ട് പറ്റുമില്ല. മൂന്നാമത് ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ് റിസ്ക് അറൈസ് ഡ്യൂ ദ ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസീസ് ട്രേഡിംഗ് വിത്ത് ഫ്രീക്വന്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് എക്സെട്ര. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? കറൻസി ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള റിസ്ക് എന്താണ്? ഏറ്റവും കൂടുതലും ആയിരിക്കും. അടുത്തത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ആൻഡ് എക്സ്പോഷർ എന്നാണ് പറയുന്നത് കേട്ടോ. Foreign exchange risk refers to the risk due to the frequent variation in the exchange rate of domestic currency with the foreign currency. This will affect the value of assets or liabilities or operating income of international firms operating in different economies and dealing with the different currencies.
എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫ്രീക്വന്റ് വേരിയേഷൻസ് എക്സ്ചേഞ്ച് റേറ്റ് വരുമ്പോൾ ഡൊമസ്റ്റിക് കറൻസി ഫോറിൻ കറൻസി തമ്മിലുള്ള നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ചസ് വരുമ്പോൾ ഫ്രീക്വന്റ് എന്ന് എപ്പോഴും വേരിയേഷൻ വരുന്നതുകൊണ്ട് റിസ്ക് ഉണ്ടാവുന്നത്. ഇത് ഒരു അസറ്റിന്റെ വാല്യൂ ലയബിലിറ്റീസിനെയും അവരുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തെയുമാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണത് അഫക്റ്റ് ചെയ്യണത്. അപ്പൊ പല സാമ്പത്തിക അവസ്ഥ വ്യത്യാസമായിരിക്കും ഓരോ രാജ്യത്തെ, അതുപോലെ തന്നെ അവർക്ക് എന്താണ് പലതരത്തിലുള്ള കറൻസീസ് ആയിരിക്കും ഡീൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ എന്താ റിസ്ക് കൂടുതലുമായിരിക്കും. Essentially, it is the risk that a foreign currency may move in a direction which is financially detrimental to the global firm. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോറിൻ കറൻസി നമ്മളൊരു രാജ്യത്ത് നിന്ന് ഫിനാൻഷ്യലായിട്ട് എന്താണ് നമ്മളിങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ അത് ഗ്ലോബൽ ഫേമിന് തന്നെ എന്താ ഡെട്രിമെന്റ് ഫിനാൻഷ്യലായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. Foreign exchange exposure is the magnitude or extent to which the foreign assets or liabilities or income of global firm is affected by variations in foreign exchange rate. ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഉദ്ദേശിക്കുന്നത് അതായത് എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നത് മൂലം ഗ്ലോബൽ ഫേമിന്റെ വരുമാനത്തെ അല്ലെങ്കിൽ ഫോറിൻ രാജ്യ അസറ്റ് ലയബിലിറ്റീസിനെയൊക്കെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ട്, അതിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഫേംസ് ഷുഡ് ആക്സസ് ആൻഡ് മാനേജ് ദെയർ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷേഴ്സ്. ഇന്റർനാഷണൽ ഫേമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടപടിക്രമങ്ങൾ അവർ എടുക്കുന്നുണ്ട്. അടുത്തത് വാട്ട് ഈസ് എക്സ്ചേഞ്ച് റിസ്ക് എന്താണെന്നാണ് പറയുന്നത്. എക്സ്ചേഞ്ച് റിസ്ക് സിംപ്ലി മീൻസ് ദാറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് എ കറൻസി is exchanged for another currency may be uncertain or volatile. In such a case, and the amount that an exporter receives in domestic currency or an importer has to pay in terms of domestic currency will be unpredictable and uncertain. എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറൻസി മറ്റൊരു രാജ്യത്തെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വളറ്റൈലുമാണ്. വളറ്റൈൽ എന്ന് പറഞ്ഞാൽ മാറ്റം വരുന്നതുമാണ്. അപ്പം അങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോൾ എക്സ്പോർട്ടർക്ക് എന്താ ഡൊമസ്റ്റിക് കറൻസി കിട്ടണം, അല്ലെങ്കിൽ ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ ഡൊമസ്റ്റിക് കറൻസി അവർ ബിൽ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ആവുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടതെന്നൊരു പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധ്യത. എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ടും അവർ കൊടുക്കേണ്ട എമൗണ്ടിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. Similarly, if funds are transmitted from one country to another, the amount to be sent or to be received will not be uncertain if exchange rates are not fixed. അപ്പോൾ ഒരു രാജ്യത്ത് മറ്റു രാജ്യത്ത് ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, പക്ഷെ മറ്റേ രാജ്യം എന്ത് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. വിൽ നോട്ട് ബി സർട്ടൺ, റിസീവ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കണില്ല. എന്തുകൊണ്ടാണത്? എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ. നേരത്തെ ഫിക്സ് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര എമൗണ്ട് ആയിരിക്കും പേ ചെയ്താമെന്ന് നേരത്തെ പറയാൻ പറ്റും. But in the present global economy, free market forces operate to determine the exchange rate depending upon the supply and demand for the currency. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ്, ഗ്ലോബൽ എക്കണോമി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് തീരുമാനിക്കാം, സപ്ലൈ ഡിമാൻഡ് കറൻസിനെ നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യണത്, എക്സ്ചേഞ്ച് റേറ്റ് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത്. This will lead to fluctuating rates which may result in profits or losses to the holders of foreign currency. ഇപ്പം എന്താ, അപ്പോൾ റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോറിൻ കറൻസി കൈവശമുള്ളവർക്ക് എന്തായിരിക്കും, പ്രോഫിറ്റോ ലോസോ ഉണ്ടാവാം. ഒരാൾക്ക് നഷ്ടം ഉണ്ടായാലും മറ്റൊരാൾക്ക് നേട്ടം ഉണ്ടാവുള്ളൂ. A company or business is said to be at foreign exchange risk if the changes in the foreign exchange rates affects performance positively or negatively. ഒരു കമ്പനിയോ ബിസിനസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് അവർക്ക് ഉണ്ടെന്ന് പറയണതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ച് വരുമ്പോൾ അവരുടെ പെർഫോമൻസിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അഫക്റ്റ് ചെയ്യണത്. അതിനനുസരിച്ചിട്ടാണ് അവർക്ക് എക്സ്ചേഞ്ച് റിസ്ക് ഉണ്ടെന്ന് പറയുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ എക്സ്ചേഞ്ച് റിസ്ക് കൂടുതലാണ്, പോസിറ്റീവ് ആണെങ്കിൽ എക്സ്ചേഞ്ച് റിസ്ക് കുറവായിരിക്കും. The fluctuating rates result in uncertainty and risk, which will have to be managed by the genuine traders and investors in foreign countries and dealers in foreign exchange and banks. അപ്പോൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് റേറ്റ്സ് മാറുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ്, അൺസർട്ടനിറ്റിയും റിസ്ക്കും ഉണ്ടായിരിക്കും. അത് ജെനുവിൻ ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിനും അവരുടെ ഡീലിങ്സിനെയൊക്കെ എന്ത് ചെയ്യും, ബാങ്കുകളെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ തമ്മിലൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ മുൻകൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. Under free market forces operating, no individual dealer in foreign exchange can influence price. ഫ്രീ മാർക്കറ്റ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഡിവിജ്വൽ ഡീലറിന് ഒരിക്കലും എക്സ്ചേഞ്ച് റേറ്റിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കില്ല. The supply and demand pressures for any currency in total lead to the appreciation or depreciation.
അതായത് സപ്ലൈ ഡിമാൻഡും ഒരു കറൻസിയുടെ എന്തായിട്ട് നോക്കാം, അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ വരാം ഒരു കറൻസിയുടെ വാല്യൂവിന്. The totality of receipts either for exports or inward remittance or inflows of funds will decide the demand pressure. The supply pressures emanate from those who have to make payments outside for importers, outward remittances or outflow fund, etc. ഇപ്പോൾ റിസീപ്റ്റ്സ് ആയിരിക്കാം, എക്സ്പോർട്ടിന് എന്താണ് ടോട്ടൽ തന്നെ റിസീപ്റ്റ്സ് എത്രയാണോ അവർ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇൻവേർഡ് റെമിറ്റൻസ് എന്താണോ, ഇൻഫ്ലോ ഫണ്ട്, ഇതെന്താണ് ഡിമാൻഡ് പ്രഷറിനനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യണത്. ഇനി സപ്ലൈ പ്രഷേഴ്സ് ആണെങ്കിൽ അവർ നോക്കണം പേയ്മെൻറ്റ് ഔട്ട് സൈഡ് കൊടുക്കണം, ഫോർ ഇമ്പോർട്ടേഴ്സിന് കൊടുക്കണം, അല്ലെങ്കിൽ ഔട്ട് സൈഡിൽ ഔട്ട്ഫ്ലോ ഫണ്ട് ആയിരിക്കും വന്നത്. സച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രഷേഴ്സ് ഇൻഫ്ലുവൻസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഓൺ എ ഡെയിലി ആൻഡ് അവർലി ബേസിസ്. അപ്പം അത്തരത്തിലുള്ള ഡിമാൻഡ് സപ്ലൈ പ്രഷർ എങ്ങനെയുള്ളതാണെന്ന് നോക്കും. നമ്മൾ പുറത്തേക്കുള്ള ഫണ്ടും നമ്മുടെ കയ്യിലേക്ക് വന്ന ഫണ്ടും തമ്മിൽ വ്യത്യാസം എന്താ, അത് ഡെയിലിയോ അല്ലെങ്കിൽ അവർലി ബേസ് മണിക്കൂറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടത്തുന്നത്. ആൻഡ് ഫ്രം ടൈം ടു ടൈം ആൻഡ് ലീഡ് ടു അൺസർട്ടൻ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പം സമയത്തിനനുസരിച്ചിട്ട് എന്ത് കൂടുതലായിരിക്കും, നമുക്ക് അൺസർട്ടനിറ്റിയാണ്. നിശ്ചിതമായിട്ട് നമുക്ക് ഇത്ര എക്സ്ചേഞ്ച് റേറ്റ് വരുമെന്ന് ഒരിക്കലും പറയാനും സാധിക്കുകയില്ല. Exchange risk is due to fluctuation in the rate of exchange and conversion of one currency into another. The risk also arises because of likely changes in interest rates which might affect the forward rates. Forward cover of any currency which the bank provide will take into account the possible changes in interest rates, inflation rates and the intrinsic strength of country and the currency. Exchange risk will basically depend on the economic strength of the country and its foreign exchange reserves, as the volatility of the exchange rate depends on them. ഇപ്പോൾ എക്സ്ചേഞ്ച് റിസ്ക് എന്താണ്, ഒരു കറൻസി മറ്റൊരു കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ റേറ്റ് തമ്മിൽ വരുന്ന വ്യത്യാസത്തെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസ്ക് വരും എന്തുകൊണ്ടാണ് അത് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് അഫക്റ്റ് ചെയ്യുമ്പോൾ ഫോർവേഡ് റേറ്റ് ആണ് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എന്താണ് വിപണിയിലെ മൂല്യം കുറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൂടിപ്പോവാം. അപ്പോൾ അത്തരത്തിൽ റിസ്ക് ഏറ്റവും കൂടുതലായിട്ട് വരാം. അപ്പം നമ്മൾ ഒരു കറൻസീനെയാണ് ബാങ്കുകൾ അത്തരത്തിലുള്ള ചെയ്യണമെങ്കിൽ, ഫോർവേഡ് കവർ ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ വ്യത്യാസം വരാം, ഇൻഫ്ലേഷൻ റേറ്റ്സിൽ വ്യത്യാസം വരാം, ചിലപ്പോൾ കറൻസിയുടെ ഇൻട്രൻസിക് മൂല്യത്തിലായിരിക്കാം, രാജ്യത്തിൻ്റെ കറൻസി ഇൻട്രൻസിക് വാല്യൂവിലായിരിക്കാം ചേഞ്ചസ് വരുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനടിസ്ഥാനത്തിന്, ഇക്കണോമിക് സ്ട്രെങ്ത് ഓഫ് ദ കൺട്രി, ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നുവന്ന് അതിനനുസരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. As the volatility of the exchange rate depends on them. അതുപോലെ തന്നെ ചേഞ്ചസ് വരുത്തുന്നതും എന്തിനനുസരിച്ച് തന്നെയാണ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നോക്കി തന്നെയാണ് അത് എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് കേട്ടോ പറയണത്. The following factors influence the exchange rates and enhance the risk in particular as the rate are freely determined. താഴെ പറയുന്ന റിസ്കുകളാണ് എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കാൻ, അതാണ് ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത്. 6 പോയിന്റ്സ് ആണ് പറയണത്. Hot money flows as between countries and currencies will take place to take advantage of short-term economic and political factors of disturbances or such developments leading to changes in currency rates and interest rates. എന്താണ് ഹോട്ട് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ദ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഫണ്ട് from one country to another in order to earn short-term profit on interest rate differences and or anticipated exchange rate shifts. These speculative capital flows are called hot money because they can move very quickly in and out of markets, potentially leading to market instability. അപ്പോൾ ഹോട്ട് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തേക്ക് എന്ത് ചെയ്യണം, ഫണ്ടുകൾ ഫ്ലോ ചെയ്യുന്നതാണ്. ഷോർട്ട് ടൈം പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസ് ചെയ്യുന്നവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്നതാണത്. ഒരു രാജ്യത്തിന് ലാഭമാണ്, മറ്റു രാജ്യത്തിന് നഷ്ടമായിരിക്കും. ഇത്തരത്തിൽ സ്പെക്കുലേറ്റീവ് ക്യാഷ് ഫ്ലോസ് വരുന്നതിനാണ് ഹോട്ട് മണി എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം വളരെ പെട്ടെന്നായിരിക്കും ഇത് എന്ത് ചെയ്യുന്ന മാർക്കറ്റിലേക്ക് വരുന്നതും പോകുന്നതും. മാർക്കറ്റിലേക്ക് വളരെ ഡിമാൻഡോടുകൂടി വന്ന് പെട്ടെന്ന് തന്നെ അത് ഇല്ലാതായി പോവുകയും ചെയ്യും. അപ്പം മാർക്കറ്റ് ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നതിന് എന്ത് കാരണമാകാറുണ്ട്, ഹോട്ട് മണി കാരണമാകാറുണ്ട്. പെട്ടെന്നായിരിക്കും ഒരു ഫ്ലോ ഉണ്ട്, പെട്ടെന്ന് അത് ഇല്ലാതാവുകയും ചെയ്യും. രാജ്യങ്ങളുടെ അല്ല കറൻസീസോ തമ്മിലാണ് ഇത് വന്നത്. അപ്പം ചെറിയൊരു ഇക്കണോമിക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് ഇത് കാരണമാകാറുണ്ട്.
പിന്നെ പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും എന്തിനു ബുദ്ധിമുട്ടാവാറുണ്ട്, കറൻസി റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റിനൊക്കെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തത് സ്പെക്കുലേറ്റീവ് അറ്റാക്സ് ഓൺ കറൻസീസ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് ത്രൂ ഷോർട്ട് ടൈം ഫ്ലോസ് ഓഫ് ഫണ്ട്. സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കറൻസീസിൽ വരുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റിന് ചേഞ്ചസ് വരുമ്പോൾ എന്താണ്, അവരുടെ കയ്യിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയേക്കണം, എക്സ്ചേഞ്ച് റേറ്റ് കൂടിയേക്കണം, അവർ എന്ത് ചെയ്യാൻ നോക്കും, വേഗം അത് വേറെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കും. ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഷോർട്ട് ടൈം ഫ്ലോ ഓഫ് ഫണ്ട് വളരെ ഉണ്ടാകുന്നതിന്, ചെറിയ രീതിയിൽ ഉണ്ടാകുന്നതിന്, സ്പെക്കുലേറ്റീവ് ആയിട്ട് ട്രാൻസാക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇനി മൂന്നാമത്തത് എക്സ്ചേഞ്ച് റേറ്റ് വൊളറ്റാലിറ്റി എമർജസ് ഔട്ട് ഓഫ് ഇറാറ്റിക് ഫണ്ട് ഫ്ലോസ് ആസ് between countries, short-term flows of funds in either direction and inflows of funds followed by immediate reversals etc. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് വൊളറ്റാലിറ്റിയാണ്. വൊളറ്റാലിറ്റി എന്ന ചേഞ്ചസ്, വളരെ പെട്ടെന്ന് ചേഞ്ചസ് വന്നത് കൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ, രാജ്യങ്ങൾ തമ്മിലുള്ള ഫണ്ട് ഫ്ലോസ് എന്നാൽ ഇറാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ക്രമരഹിതമായിട്ടുള്ളത്, ഒരു ഓർഡർ ഇല്ലാത്തതാവും. ഷോർട്ട് ടൈം ഫ്ലോ ഓഫ് ഫണ്ട് ഒന്നിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചായിരിക്കാം. അതായത് നമ്മുടെ രാജ്യത്ത് പുറത്ത് ചിലപ്പോൾ മറ്റു രാജ്യത്തേക്കായിരിക്കാം ഫ്ലോ ആണ്, ചിലപ്പോൾ എന്താണ് തിരിച്ച് ഡൊമസ്റ്റിക് കൺട്രീസിലേക്ക് തന്നെയായിരിക്കാം ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനൊക്കെ എന്ത് കാരണം, എക്സ്ചേഞ്ച് റേറ്റ് വൊളറ്റാലിറ്റിയിൽ എക്സ്ചേഞ്ച് റേറ്റ് കാരണമാകാറുണ്ട്. നാലാമത്തത് ഫ്രീലി ഫ്ലക്ച്വേറ്റ് എക്സ്ചേഞ്ച് റേറ്റ്സ് അക്രോസ് കൺട്രീസ് ഡു സംടൈംസ് ലീഡ് ടു ഇറാറ്റിക് മൂവ്മെന്റ് ഓഫ് റേറ്റ്സ് ഓൺ ഐദർ സൈഡ് അൺലെസ് countervailed by central bank of the country to offset such expenses. എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇറാറ്റിക് എന്ന് പറഞ്ഞാൽ ക്രമരഹിതമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് രണ്ട് സൈഡിലും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്, ആ എക്സസ് അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാവുന്ന ഇറാറ്റിക് മൂവ്മെന്റ്സുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുമുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് അമിതമായിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ. അഞ്ചാമത്തത് പ്രസന്റ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം അണ്ടർ ദ IMF imposes the burden of adjustment on the deficit countries to change their exchange rate rather than on the surplus countries. ഇപ്പോഴത്തെ ഒരു മോണിറ്ററി സിസ്റ്റം IMF അല്ലേ, അവരെന്ത് നോക്കാറുണ്ട്, ഡെഫിസിറ്റ് വരുന്ന കൺട്രീസിന് സർപ്ലസ് കൺട്രീസ് ഉണ്ടെങ്കിൽ അതുമായി അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഏത് രാജ്യത്താണ് സർപ്ലസ് വരുന്നത് അതിനനുസരിച്ചിട്ട് ആ രാജ്യത്തെ കറൻസി നിയന്ത്രിക്കുകയും ചെയ്യും, ഡെഫിസിറ്റ് ഉള്ളവർക്ക് ആവശ്യമായ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇൻ ദ ആബ്സെൻസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഡിലേ ആവും. അതിന്റെ ഫലമായിട്ട് എക്സ്ചേഞ്ച് റേറ്റുകൾ എന്താണ്, അൺസർട്ടൺ ആയിട്ട് മാറും. അൺസർട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ ചിലപ്പോൾ അമിതമായിട്ട് കൂടുകയും ചെയ്യും, അമിതമായിട്ട് കുറയുകയും ചെയ്യാം. ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് സംടൈംസ് ഈവൻ അൺപ്രഡിക്റ്റബിൾ, ഫ്ലക്ച്വേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻ വരാം, നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു വിപണിയിൽ എന്താണ് മൂല്യച്യുതി ഉണ്ടാവും. മൂല്യച്യുതി വില ഇടിയാനും വില കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് അതാണ്. ആറാമത്തെ ലിമിറ്റഡ് പവേഴ്സ് ഓഫ് IMF ടു ഡിസിപ്ലിൻ ദ സർപ്ലസ് കൺട്രീസ് ഓൾസോ ലീഡ് ടു പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്. അതായത് IMFന് എന്താണ്, സർപ്ലസ് കൺട്രീസ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റാറില്ല, അധികം അവരുടെ പവർ ഉപയോഗിക്കാനായിട്ട് സാധിക്കാറില്ല. Lack of adjustment as between currencies of countries with the result that currency rates may fluctuate very widely. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് കറൻസീസിൽ വരുത്താൻ പറ്റിയില്ലെങ്കിൽ എന്തിന് കാരണമാകും, കറൻസി റേറ്റ് അമിതമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിന് കാരണമാകാറുണ്ട്. ആൻഡ് റിക്വയർ സെൻട്രൽ ബാങ്ക് ഇന്റർവെൻഷൻ ടു സ്റ്റെബിലൈസ് ദ റേറ്റ്സ്. അപ്പോൾ IMFന്റെ കയ്യിൽ നിൽക്കാത്ത കാര്യം ആര് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും, സെൻട്രൽ ബാങ്ക് ആണ് അതിന് നടപടിക്രമങ്ങൾ എടുക്കുന്നത്. ആർക്ക് പറ്റിയില്ലെങ്കിലാണ് IMFന് അത് പൂർത്തീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അപ്പം ഇങ്ങനെ 6 പോയിന്റാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ദ എക്സ്ചേഞ്ച് റിസ്ക് ഈസ് ദസ് ഡിപ്പെൻഡ് അപ്പോൺ ഓൺ അരേ ഓഫ് ഇക്കണോമിക് ആൻഡ് എക്സ്ട്രാ ഇക്കണോമിക് ഫാക്ടേഴ്സ് വിച്ച് വിൽ ലീഡ് ടു ആൻ അൺപ്രഡിക്റ്റബിൾ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. ഇനി എക്സ്ചേഞ്ച് റിസ്ക് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഇക്കണോമിയുടെ അരയെന്ന അവസ്ഥകൾ, കണ്ടീഷൻസ്, അതുകൂടാതെ ഇക്കണോമിക്ക് പുറമേയുള്ള ഫാക്ടേഴ്സ്, ഇക്കണോമി ബാധിക്കുന്നതിന് പുറമേയുള്ള ഫാക്ടേഴ്സ്, അതെന്താണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറ്റാറുണ്ട് ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റ്. The risk and uncertainty of exchange rate is a multi-dimensional phenomena and requires an expert to fend and manage the risk involved. അപ്പോൾ റിസ്ക്കും അൺസർട്ടൻ എക്സ്ചേഞ്ച് റേറ്റിൽ എന്താണ് മൾട്ടി ഡയമെൻഷൻ ബഹുമുഖങ്ങളാണെന്നാണ് പറയുന്നത്. റിസ്ക് ഉണ്ടാവും, അൺസർട്ടനിറ്റി എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താണ് എക്സ്പേർട്ടുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അഡ്വൈസ് സ്വീകരിക്കുക, എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്.
Genuine trade and investment require a stable and fixed exchange rate, which is not possible in free and competitive world, where trade and receipts and payments abroad are all free and market determined. എന്താണ് ജെനുവിൻ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കണം. പക്ഷെ അത് പോസിബിൾ അല്ല, എന്താണ് ഫ്രീ ആൻഡ് കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ട്രേഡ് ഫ്രീ അല്ല, ട്രേഡ് എങ്ങോട്ടും ഇന്റർനാഷണൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡുകളൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടത്തണം. അപ്പൊ അതൊരിക്കലും എന്തായാലും സാധ്യമല്ല, സ്റ്റേബിൾ ആയിട്ട് നിർത്താമെന്നാണ്. There is thus need for risk management for all dealings in foreign exchange, particularly so for exporters and importers. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് നോക്കണം, പ്രത്യേകിച്ച് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിങ്സിൽ വരുമ്പോൾ, പർട്ടിക്കുലർലി എക്സ്പോർട്ടേഴ്സ് ഇമ്പോർട്ടേഴ്സ് അല്ല, എക്സ്പോർട്ടേഴ്സ് ഇമ്പോർട്ടേഴ്സും ഉണ്ടാവും ഒരു രാജ്യത്ത് തന്നെ. ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ആ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന വിഷയമായിട്ട് പറയുന്നത്. Basically, exchange rates as between two countries should reflect the true fundamentals of the concerned countries, such as domestic purchasing powers, relative strength or weakness of the economies in terms of their productive power, and trends in output, employment, and income. In the absence of stabilized and equilibrated rates, the actual prevailing rates may fluctuate widely, which will lead to uncertainty and risk. എന്താണ് എക്സ്ചേഞ്ച് റേറ്റിനെ ബേസിക്കലി പറയുകയാണെങ്കിൽ രണ്ട് കറൻസീസ് തമ്മിലാണ് വന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളായിരിക്കും എന്ത് വേണ്ടത്, കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റുകൾ ഡിറ്റർമൈൻ ചെയ്യണത്. അപ്പൊ അവിടെ നോക്കുന്നത് അവരുടെ പർച്ചേസിങ്, ഡൊമസ്റ്റിക് പർച്ചേസിങ് പവേഴ്സ് എങ്ങനെയാണ്, അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണ് ഇക്കണോമിക്സില, പ്രൊഡക്റ്റീവ് പവർ വെച്ചിട്ട്, പിന്നെ അവരുടെ ട്രെൻഡ്, ഔട്ട്പുട്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ്, എംപ്ലോയ്മെന്റ്, ഇൻകം, ഇതൊക്കെ എന്തിന് അഫക്റ്റ് ചെയ്യുന്നതാണ്, എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നതിൽ അഫക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു സ്റ്റെബിലൈസ്ഡ് ഇക്വിലിബ്രിയം റേറ്റ് അവിടെ ഇല്ലെങ്കിൽ നിലനിൽക്കുന്ന റേറ്റിന് എന്താണ് വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുപോലെ അൺസർട്ടനിറ്റിയും റിസ്ക്കും കൂടുതലാവാനും സാധ്യത. എന്താണ് സ്റ്റെബിലൈസ്ഡ് അല്ല, ഇക്വിലിബ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ആനുപാതികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുന്നത്. ഇപ്പൊ എക്സ്പെൻസ് കൂടുതലും ഓവറായിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്, അല്ലെങ്കിൽ സപ്ലൈനേക്കാൾ കൂടുതലായിട്ട് ഡിമാൻഡ് വരെ, ഡിമാൻഡിനേക്കാൾ സപ്ലൈ, അങ്ങനെ എല്ലാവരും എന്താണ് ഒരു സ്ഥിരത ഇല്ലാത്തതാണ്. In order to avoid such destabilizing fluctuation rates, അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാം, മെനി ഡെവലപ്പിംഗ് കൺട്രീസ് മെയിൻറ്റെയിൻ എക്സ്ചേഞ്ച് ആൻഡ് ട്രേഡ് കൺട്രോൾസ് ടു റെഡ്യൂസ് സച്ച് റിസ്ക് ആൻഡ് പ്രൊമോട്ട് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദെയർ ഓൺ കൺട്രീസ്. അപ്പൊ പല ഡെവലപ്പിംഗ് കൺട്രീസും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സ്ചേഞ്ച് ട്രേഡ് കൺട്രോൾസും ബന്ധപ്പെട്ട റിസ്കുകൾ കുറയ്ക്കുന്നതിനും ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ്മെന്റ് അവരുടെ രാജ്യത്ത് തന്നെ ഓൺ കൺട്രീസ് തന്നെ നടത്താനുമാണ് അവർ നോക്കുന്നത് കൂടുതലായിട്ട്. അപ്പൊ റിസ്ക് കുറയ്ക്കാനായിട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് നമ്മൾ പുറമേക്ക് നടത്തുന്ന ട്രേഡ് എന്ത് ചെയ്യണം, ഓൺ കൺട്രീസ് തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള വൈഡ് ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാനായിട്ടും എക്സ്ചേഞ്ച് റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. India has also moved to current account convertibility in March 1994, with the result that rupee exchange rate is now freely fluctuating in either direction. But to reduce fluctuations, the RBI has been announcing a reference rate for rupee in terms of dollars, and the Foreign Exchange Dealers Association has been fixing the major currency rates in terms of rupees for banks to adopt them to the extent possible, as warranted by the foreign funds position. ഇപ്പൊ ഇന്ത്യ എന്താണ് ഒരു കറന്റ് അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി ആയിട്ട് മാറിയത് 1994 മാർച്ചിലാണ് കേട്ടോ. അതിന്റെ ഫലമായിട്ട് എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് വളരെ ഫ്രീ ആയിട്ട് ഇന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നും. അപ്പൊ ഫ്ലക്ച്വേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI എന്താണ് ഒരു റേറ്റ് ഫിക്സഡ് പറയുന്നുണ്ട്, ഡോളറുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് പറയുന്നുണ്ട്. അത് ആരുമായി കൺസൾട്ട് ചെയ്തിട്ടാണ്, ഫെഡ, ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ, അവരാണ് ഫിക്സ് ചെയ്താക്കുന്നത് റുപ്പി ഏത് രീതിയിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ഏത് എക്സ്റ്റെന്റ് വരെ പോവാം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഫോറിൻ ഫണ്ട് പൊസിഷൻ നമ്മൾക്ക് വാറണ്ടി ഉണ്ട്. ഈവൻ സോ ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഈസ് നോട്ട് എലിമിനേറ്റഡ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇൻ ഇന്ത്യ. പക്ഷെ എന്നാലും എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിംഗ് നടത്തുമ്പോഴേ ഇന്ത്യൻ മാർക്കറ്റിലും എന്തില്ല, റിസ്ക് ഒഴിവാക്കാൻ, അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല, റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. It is still the demand and supply pressures on rupee that determines exchange rate. അപ്പൊ ഇവിടെ നമ്മൾ നോക്കണത് എന്തിനാണ്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഡിമാൻഡ് സപ്ലൈ നോക്കിയിട്ടാണ്.
The RBI is intervening to see that the fall of rupee is low and even to prevent undue fluctuations due to hedge deals and speculations. അപ്പം RBI എപ്പോഴും എന്താണ് ഇന്ത്യൻ രൂപയുടെ റുപ്പിയുടെ വില ഇടുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വൈഡ് ഫ്ലക്ച്വേഷൻസ് ഹെഡ്ജിങ് സ്പെക്കുലേഷനിലൂടെയൊക്കെ വരികയാണെങ്കിൽ അതിനെയും അവരെന്ത് ചെയ്യേണ്ടത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് മൊത്തമായിട്ട് പറയുന്നത്.